ക്ലാസ് 8 ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 3 റൂളിംഗ് ദ കൺട്രി സൈഡ്. അപ്പോൾ ഈ ലെസണാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെസൺ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച 2 ലെസൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഏതൊക്കെ ലോസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, എന്തൊക്കെ സെറ്റിൽമെൻറ്റ്സ് ആണ് പ്ലേസ് ചെയ്തത്, അവർ അഗ്രികൾച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു, ഇതൊക്കെയാണ് ഈ ലെസണിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് റിസോഴ്സസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത്, കോളനൈസേഷൻ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബിഗ് ഫിഗർ കാണാം അല്ലേ. എന്താണ് ആ ഫിഗർ എന്ന് നോക്കിയേ. അതെ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു രാജകീയമായ ഒരു ഇവൻറ്റ് അല്ലേ നടക്കുന്നത്. എന്താണ് ഈ ഇവൻറ്റ്? ദ റോബർട്ട് ക്ലീവ് അക്സെപ്റ്റിംഗ് ദി ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ഫ്രം ദ മുഗൾ റൂളർ ഇൻ 1765. ഓക്കെ, 1765 റോബർട്ട് ക്ലീവ് ഒരു മുഗൾ റൂളർ, അന്നത്തെ മുഗൾ റൂളർ ഷാഹ് ആലം സെക്കൻഡാണ്, ഷാഹ് ആലം 2. ഓക്കെ, അപ്പം മുഗൾ റൂളർ വരുന്നത് ഷാഹ് ആലം 2, ഷാഹ് ആലം സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഇയാളായിരുന്നു ഈ രാജാവായിരുന്നു. അപ്പോൾ ഷാഹ് ആലം 2 ആയിരുന്നു അന്നത്തെ രാജാവ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ആ ഗ്രാൻഡ് ഇവൻറ്റ്? റോബർട്ട് ക്ലീവ് ദിവാനി റൈറ്റ് ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും ഒറീസയുടെയും 3 സ്ഥലങ്ങളുണ്ട്. ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഈ 3 സ്ഥലങ്ങളുടെ ദിവാനി റൈറ്റ് നമ്മുടെ മുഗൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് കാണാം ആനകൾ അല്ലേ, ആനകളുണ്ട്, ആനപ്പുറത്ത് മനുഷ്യന്മാരുണ്ട്, ഭടന്മാർ, ഇവിടെ ഭടന്മാർ കാണാം. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ കുറച്ച് പേരുണ്ട്, അതേപോലെ തന്നെ മറ്റ് സഹമന്ത്രിമാരുണ്ട്. ഒരു ഗ്രാൻഡ് സ്റ്റേജ് തന്നെ ഉണ്ട് അല്ലേ. ഈ ഒരു ദിവാനി റൈറ്റ് കൊടുക്കുന്നൊരു ചടങ്ങിന് ഇത്രയും ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ടാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫിഗറിൻ്റെ സത്യാവസ്ഥ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസണിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈ ലെസൺ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കമ്പനി ബിക്കംസ് ദ ദിവാൻ. അപ്പോൾ കമ്പനി എങ്ങനെയാണ്, ഏത് കമ്പനിയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ദിവാനായി മാറിയതെന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഓൺ 12th August 1765, Mughal Emperor appointed the East India Company as the Diwan of Bengal. അപ്പോൾ August 12, 1765 ഇത് നോട്ട് ചെയ്ത് വെച്ചോ. 1765 നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ പറയുന്ന പോലെയാണ്. 1765 1 കൂട്ടണ്ട, 1900 ആയിരിക്കുമല്ലോ. ഓക്കെ, പണ്ട് കാലമല്ലേ, അപ്പോൾ 1 അല്ലേ എപ്പോഴും ഫ്രണ്ടിൽ വരിക. ബാക്കി 765 ബാക്കിലോട്ട് എഴുതിയാൽ മതി. ദ മുഗൾ എംപറർ അപ്പോയിൻറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ദിവാൻ, ബംഗാളിൻ്റെ ദിവാനായിട്ട് നമ്മുടെ മുഗൾ എംപറർ ഷാഹ് ആലം 2 അപ്പോയിൻറ്റ് ചെയ്തു. ആക്ച്വലി ദ ഇവൻറ്റ് മോസ്റ്റ് പ്രോബബ്ലി ടുക്ക് പ്ലേസ് ഇൻ റോബർട്ട് ക്ലീവ്സ് ടെൻറ്റ്. പക്ഷേ ആക്ച്വലായിട്ട് നടന്നത് എവിടെയാണ്? റോബർട്ട് ക്ലീവിൻ്റെ ടെൻറ്റിൽ വെച്ചാണ് ഈ ഇവൻറ്റ് നടന്നത്. വിത്ത് എ ഫ്യൂ ഇംഗ്ലീഷ്മാൻ ആൻഡ് ഇന്ത്യൻസ് എസ് വിറ്റ്നസ്. കുറച്ച് ഇംഗ്ലീഷുകാരും അതേപോലെ തന്നെ കുറച്ച് ഇന്ത്യക്കാരുമാണ് ഇതിന് സാക്ഷികളായിട്ടുള്ളത്. ബട്ട് ഇൻ ദ പെയിൻറ്റിങ് എബൌട്ട് ദ ഇവൻറ്റ് ഷോസ് എ മെജസ്റ്റിക് ഒക്കേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗ്രാൻഡ് സെറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഈ പൊക്കത്ത് കണ്ട ഫിഗറിൽ എന്താണ്, ഒരു ഗ്രാൻഡ് സെറ്റിംഗ് അല്ലേ കണ്ടത്, ഗ്രാൻഡ് ഇവൻറ്റ്. പക്ഷേ എന്താണ്, ഇതൊരു ചെറിയ ഇവൻ്റ് ആയിരുന്നു അല്ലേ. റോബർട്ട് ക്ലീവിൻ്റെ ടെൻറ്റിൽ വെച്ച് നടന്ന ഒരു ചെറിയ ഇവൻറ്റ്. എന്താണ് ഇവിടെ ഒരു മെജസ്റ്റിക് ഒക്കേഷൻ, ഒരു ഗ്രാൻഡ് സെറിമണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിഗർ വരച്ചിരിക്കുന്നത്. ഓക്കെ, ദ പെയിൻറ്റർ വാസ് കമ്മീഷൻ ബൈ ദ ക്ലീവ് ടു റെക്കോർഡ് ദ മെമ്മറബിൾ ഇവൻറ്റ് ഇൻ ക്ലീവ്സ് ലൈഫ്. അപ്പോൾ പെയിൻറ്ററിന് കമ്മീഷൻ കൊടുത്തു. എന്തിന്? ഇതേപോലെ ഗ്രാൻഡായിട്ട് ദിവാൻ റൈറ്റ് കൊടുക്കുന്ന ആ ഇവൻറ്റ് വരക്കാൻ വേണ്ടിയിട്ട്, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു റെക്കോർഡ് ദ മെമ്മറബിൾ, ക്ലീവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ്
കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദ ഗ്രാൻഡ് ഓഫ് ദിവാൻ ക്ലിയർലി വാസ് വൺ സച്ച് ഇവൻറ്റ് ഇൻ ബ്രിട്ടീഷ് ഇമാജിനേഷൻ. അപ്പോൾ ഇങ്ങനെ ദിവാൻ റൈറ്റ് കിട്ടുന്നത് തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഇമാജിനേഷനിൽ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു ഫെസ്റ്റിവലല്ല, ഒരു ഇവൻ്റാണ്. ഓക്കെ, പക്ഷെ എന്താണ് ഇവിടെ ജസ്റ്റ് എന്താണ് റോബർട്ട് ക്ലീവിൻ്റെ ടെൻറ്റിൽ വെച്ചാണ് ഫങ്ഷൻ നടന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വളരെ വളരെ ഗ്രാൻഡായിട്ടാണ് ഈ സെറമണി നടന്നത് എന്ന് നമ്മൾ ജനറേഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് ക്ലീവ് ഇങ്ങനെ വരച്ചത്. കാരണം എന്താണ്, നമ്മൾ വിചാരിക്കണം റോബർട്ട് ക്ലീവ് വളരെ വളരെ എന്താണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഇത്രയും റൈറ്റ് കിട്ടിയത് എന്ന് നമ്മൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് ക്ലീവ് ആ പടം ഇങ്ങനെ വരപ്പിച്ചത്, ആ പിക്ചർ ഇങ്ങനെ വരപ്പിച്ചത്. ഇനി നമുക്ക് നോക്കാം ദിവാൻ ആയതിനു ശേഷം ഈ നമ്മുടെ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ആസ് ദിവാൻ ദ കമ്പനി ബിക്കം ദ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ദിവാൻ ആയതിനു ശേഷം കമ്പനി ചീഫ് അഡ്മിനിസ്ട്രേഷൻസ് ഏറ്റെടുത്തു. ഓക്കെ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ, മണി റിലേറ്റഡ് കാര്യങ്ങളുടെ എല്ലാം ചുമതല ഏറ്റെടുത്തു റോബർട്ട് ക്ലീവ്. ഓക്കെ, ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഓക്കെ of the territory under its control. Now it had to think of the administration of the land and organizing resources. അതും കൂടാതെ എന്തും ചെയ്തു, ലാൻഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്താനൊരു ചിന്തയുണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, അതേപോലെ തന്നെ റവന്യൂ ഓർഗനൈസ് ചെയ്യാൻ, ഈ കിട്ടുന്ന പൈസയൊക്കെ എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഏതൊക്കെ വഴിയിലേക്ക് എങ്ങനെ വേണം ഓർഗനൈസ് ചെയ്യാനും അവർക്കൊരു ജസ്റ്റ് ആലോചിച്ചിരുന്നു. ദിസ് ഹാഡ് ടു ബി ഡൺ ഇൻ ദ വേ ദാറ്റ് കുഡ് yield ഇനഫ് റവന്യൂ ടു മീറ്റ് ദ ഗ്രോയിങ് എക്സ്പെൻസ് ഓഫ് ദ കൺട്രി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കമ്പനിയുടെ എക്സ്പെൻസ്, വളരാനുള്ള എക്സ്പെൻസ് എന്താണ്, അത് കമ്പനിക്ക് ഓരോ വർക്കേഴ്സ് ഉണ്ടാവും, അവർക്ക് ജോലി കൊടുക്കണം, അതേപോലെ തന്നെ എന്തെങ്കിലും മെഷീൻസോ അതേപോലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് ഷിപ്സ്, എക്സ്പോർട്ടിങ്ങിന് ഇമ്പോർട്ടിങ്ങിനൊക്കെ ഷിപ്സ് എന്തെങ്കിലും വേണം. ഓക്കെ, ഇതൊക്കെ വാങ്ങാനായിട്ട് ഇവർക്ക് ഈ കിട്ടുന്ന റവന്യൂ മീറ്റ് ചെയ്യിക്കാൻ പറ്റി. A trade company had to ensure it could buy the product it need and sell what it want. അതേപോലെ തന്നെ എന്താണ്, കമ്പനി നമ്മുടെ പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്ന് വളരെ തുച്ഛമായ വിലക്ക് ഈ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഇംഗ്ലണ്ടിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോ കൊണ്ടുപോയിട്ട് നല്ല ഹൈ എമൗണ്ടിൽ വിൽക്കും. ഇതൊക്കെയായിരുന്നു കമ്പനിയുടെ മെയിൻ ദിവാനി റൈറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഉദ്ദേശങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തു അല്ലേ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ലാൻഡ്, ഓർഗനൈസിങ് ദ റവന്യൂ റിസോഴ്സസ്, മീറ്റ് ദ ഗ്രോയിങ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്പനി. ഓക്കെ, ഇതൊക്കെയാണ് കമ്പനി ആ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഓക്കെ, ദിവാനി റൈറ്റ് കിട്ടിയതിന് ശേഷം. ഓക്കെ, ഇനി ഈ ദിവാനി റൈറ്റ് കിട്ടിയതിന് ശേഷം എന്തൊക്കെ ചെയ്ത് നോക്കാം. Over the years, the company also learned that it had to move in some caution. കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നീങ്ങണം. കാരണം എന്താണ്, എന്തെങ്കിലുമൊക്കെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കാൻ. ബീയിങ് ആൻ ഏലിയൻ പവർ, ഇറ്റ് നീഡ് ടു പാസിഫൈ ദോസ് ഹൂ ഇൻ ദ പാസ്റ്റ് ഹാഡ് റൂൾഡ് ദ കൺട്രി സൈഡ്. പണ്ട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജാക്കന്മാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് കയ്യിലാക്കി വെച്ചു, പാസിഫൈ, അവരൊന്ന് ഒതുക്കി വെച്ചു. ആൻഡ് എൻജോയ് ദ അതോറിറ്റി ആൻഡ് പ്രസ്റ്റീജ്. അവരുടെ അതോറിറ്റിയും അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ പ്രസ്റ്റീജും ഒക്കെ അവർ എൻജോയ് ചെയ്തു. ഓക്കെ, ദോസ് ഹൂ had let the local power had to be controlled, but they could not be entirely eliminated. അതേപോലെ തന്നെ ലോക്കൽ പവറിനെയും കൺട്രോൾ ചെയ്യണം. എസ്പെഷ്യലി ജമീൻദാർസിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. അതും പെട്ടെന്ന് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എലിമിനേറ്റ് മൊത്തത്തിലങ്ങനെ ചെയ്യില്ല, പതുക്കെ ഓരോ ലെവലായിട്ടാണ് ചെയ്യുന്നത്. ഹൗ വാസ് ഇറ്റ് ടു ബി ഡൺ? ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം?
ഓക്കെ, എങ്ങനെയാണ് ലാൻഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് റവന്യൂ ചിലവാക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് മറ്റ് കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഹൈ റേറ്റിന് സെല് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ കർഷകർ ലോ എമൗണ്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കർഷകരുടെ സിറ്റുവേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഇൻ ദിസ് ലെസൺ വി വിൽ സീ ഹൗ കമ്പനി കെയിം ടു കോളനൈസ് ദ കൺട്രി, നമ്മുടെ കൺട്രിയെ എങ്ങനെ കോളനൈസ് ചെയ്തെന്നു, അതേപോലെ തന്നെ ഓർഗനൈസ് ദ റവന്യൂ റിസോഴ്സ്, നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ റവന്യൂ എങ്ങനെയാണ് ചിലവഴിച്ചതെന്നും, അതേപോലെ തന്നെ റീഡിഫൈൻ ദ റൈറ്റ് ഓഫ് പീപ്പിൾ, മനുഷ്യരുടെ റൈറ്റുകൾ എങ്ങനെയാണ് അവർ മാറ്റിമറിച്ചതെന്നും. ഓക്കെ, ദെൻ ആൻഡ് പ്രൊഡ്യൂസ് ദ ക്രോപ്പ് വാട്ട് ഇറ്റ് വാണ്ട്, അവർക്ക് വേണ്ട ക്രോപ്പുകൾ നമ്മളെക്കൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചതെന്നുമാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ നോക്കാം. Revenue for company. The company had become the divan, but it still saw itself primarily as traders. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ദിവാനി റൈറ്റ്സ് കിട്ടിയെങ്കിലും അതിൻ്റെ മെയിൻ ഉദ്ദേശം ട്രേഡിംഗ് തന്നെയായിരുന്നു. ഇറ്റ് വാണ്ട് ലാർജ് റവന്യൂ ഇൻകം ബട്ട് അൺവില്ലിംഗ് ടു സെറ്റ് അപ്പ് എനി റെഗുലർ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ. അപ്പോൾ വലിയ എമൗണ്ട് ഓഫ് റവന്യൂ കിട്ടണം, എന്നിരുന്നാലും പക്ഷേ അവർക്ക് എന്തിന് താല്പര്യം ഉണ്ടായില്ല, റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനോ അസസ് ചെയ്യാനോ ചെക്ക് ചെയ്യാനൊന്നും അല്ലെങ്കിൽ കളക്ഷൻ ചെയ്യാനോ ഒന്നും താല്പര്യം ഉണ്ടായില്ല. ദ എഫേർട്ട് വാസ് ടു ഇൻക്രീസ് ദ റവന്യൂ ആസ് മച്ച് ആസ് ഇറ്റ് കുഡ് ആൻഡ് ബൈ ഫൈൻ കോട്ടൺ ആൻഡ് സിൽക്ക് ആസ് ചീപ്ലി ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ റവന്യൂ കൂട്ടിയിട്ട് ഫൈൻ കോട്ടനും സിൽക്കും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചീപ്പായിട്ട് വാങ്ങാനായിരുന്നു അവരുടെ ഉദ്ദേശം. Within 5 years, the value of good bought by the company in Bengal doubled. അപ്പോൾ 5 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ബംഗാളിൽ നിന്ന് വാങ്ങുന്ന ഈ പ്രൊഡക്ട്സിൻ്റെ വില ഇരട്ടിച്ചു, ഡബിൾ ചെയ്തു. ഓക്കെ, ബിഫോർ 1865 എന്താണ് സംഭവിച്ചത് നോക്കിയേ. ദ കമ്പനി ഹാഡ് പർച്ചേസ് ഗുഡ്സ് ഇൻ ഇന്ത്യ ബൈ ഇമ്പോർട്ടിങ്. അപ്പോൾ ബിഫോർ 1865 ഇന്ത്യ എങ്ങനെയാണ് പർച്ചേസ് ചെയ്തത്? ഈ കമ്പനി നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുമായിരുന്നു. ഗോൾഡും സിൽവറും ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗുഡ്സ് അവരതിൽ നിന്ന് പർച്ചേസ് ചെയ്തു. നൗ ദ റവന്യൂ കളക്റ്റഡ് ഇൻ ബംഗാൾ കുഡ് ഫിനാൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ് ഫോർ എക്സ്പോർട്ട്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന റവന്യൂ കളക്റ്റഡ് ഇൻ ബംഗാൾ കുഡ് ഫിനാൻസ് ദ പർച്ചേസ് ഫോർ ദ എക്സ്പോർട്ട്. നമ്മുടെ കയ്യിൽ നിന്നുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് തികയും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന ഈ സിൽക്കും കോട്ടനും ഒക്കെ നമ്മുടെ കാശ് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ വെച്ച് തന്നെ അവർ വാങ്ങും. അതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. Soon it is clear the Bengal economy was facing deep crisis. അപ്പോൾ ബംഗാൾ ഒരു വളരെ സാമ്പത്തിക വ്യവസ്ഥ വളരെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആർട്ടിസൻസ് were deserting villages since they were being forced to sell their goods to the company at low prices. അപ്പോൾ ചെറിയ ചെറിയ ജോലിക്കാർക്ക് ആർട്ടിസൻസിന് എന്തായിരുന്നു, വില്ലേജുകളിൽ അലയണമായിരുന്നു, ഒരു ജോലിക്ക് വേണ്ടിയെങ്കിലും അലയണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, അവരുടെ ഗുഡ്സ് ഓരോന്നായിട്ട് നമ്മുടെ കമ്പനിക്ക് ലോ റേറ്റിൽ വിൽക്കാൻ തുടങ്ങി. കമ്പനി അറ്റ് ലോ റേറ്റിൽ അവരുടെ വസ്തുക്കളൊക്കെ വിൽക്കാൻ തുടങ്ങി. അതേപോലെ പെസൻസിന് എന്താ സംഭവിച്ചു നോക്കിയാൽ, പെസൻസ് വർ അൺഏബിൾ ടു പേ ദ ഡ്യൂ ദാറ്റ് വർ ബീങ് ഡിമാൻഡഡ് ഫ്രം ദം. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്ന ഡ്യൂ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല അല്ലേ. നമ്മുടെ പെസൻസിനും അവർ നമ്മുടെ കമ്പനി ചോദിക്കുന്ന ഡ്യൂ കൊടുക്കാൻ പറ്റിയില്ല. ആർട്ടിഷ്യൻ പ്രൊഡക്ഷൻ വാസ് ഡിക്ലൈനിങ് ആൻഡ് ദ അഗ്രികൾച്ചർ ഷോ സൈൻ ഓഫ് കൊളാപ്സ്. അപ്പോൾ ആർട്ടിഷ്യൻസിൻ്റെ പ്രൊഡക്ഷനും തകർന്നു. പിന്നെ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറും കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ സൂചനകളും കണ്ടു തുടങ്ങി. ദെൻ ഇൻ 1770 എ ടെറിബിൾ ഫാമിൻ കിൽഡ്, ഒരു വളരെ വലിയൊരു വളർച്ച 10 മില്യൺ പീപ്പിളിനെ കൊന്നുകളഞ്ഞു. ഈ വരൾച്ച കാരണം 10 ലക്ഷം പേര് ബംഗാളിൽ മരിച്ചു. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ തന്നെ 1/3 ഓഫ് ദ പോപ്പുലേഷൻ വാസ് വൈപ്ഡ് ഔട്ട്. 1/3 പോപ്പുലേഷൻ തന്നെ മരിച്ചുപോയി. എങ്ങനെ? ഈ ഫാമിൻ കാരണം, ഒരു ടെറിബിൾ ഫാമിൻ, ഈ ഫാമിൻ കാരണം ഇത്രയും ആൾക്കാർ മരിച്ചു.
ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പറയുന്നത് കമ്പനിയുടെ മെയിൻ ഉദ്ദേശം ട്രേഡിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ അവർക്ക് റെഗുലറായിട്ട് അസസ് ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടായില്ല. പിന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഹൈ റവന്യൂ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ, 5 ഇയേഴ്സിന് ശേഷം അവരുടെ നമ്മുടെ ക്രോപ്സിൻ്റെ വില അവർ ഇരട്ടിപ്പിച്ചു. ഓക്കെ, ആൻഡ് ദ കമ്പനി ഹാഡ് പർച്ചേസ് ഇമ്പോർട്ടിങ്. അതിന് 1865 ഒക്കെ സമയത്ത് എങ്ങനെയായിരുന്നു, ഗോൾഡും സിൽവറും ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ഗ്രേറ്റ് എക്കോണമിക് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആർട്ടിഷ്യൻസ് എന്ത് ചെയ്തു, അവരുടെ പ്രൊഡക്ട്സ് കമ്പനിക്ക് സെൽ ചെയ്യാൻ തുടങ്ങി. പെസൻസിനും അതേപോലെ തന്നെ എന്ത് പറ്റി, അവർക്ക് ഡ്യൂ പേ ചെയ്യാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ആർട്ടിഷ്യൻസിൻ്റെ പ്രൊഡക്ഷനും അഗ്രികൾച്ചറും എന്ത് ചെയ്യാൻ തുടങ്ങി, കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി. 1770 ഒരു ഗ്രേറ്റ് ഫാമിൻ വന്നു. ഒരു വലിയ വരൾച്ച വന്നിട്ട് 10 മില്യൺ ആൾക്കാരെ കൊന്നുകളഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ്റെ 1/3 പോപ്പുലേഷനാണ് വൈപ്പ് ഔട്ട് ചെയ്തത് ഈ 10 മില്യൺ ആൾക്കാർ മരിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ നീഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചർ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇപ്പം തന്നെ ബംഗാളിൻ്റെ സാമ്പത്തിക നില വളരെ കുത്തനെ അടിയിപ്പോയി. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ടാക്സും ഹൈ റവന്യൂ തരാനൊന്നും അവർക്ക് വേറെ വകുപ്പൊന്നുമില്ല. കാരണം എന്താണ്, അവരുടെ അഗ്രികൾച്ചർ ഡിസ്ട്രോയ് ചെയ്യുക, അതേപോലെ തന്നെ കുറേ പേര് ഫാമിൻ വന്ന് മരിച്ചും പോയി. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന റവന്യൂ ഇനി കുറഞ്ഞു പോകും എന്നൊരു പേടി അവരുടെ ഉള്ളിൽ വന്നു. അപ്പോൾ അവരെന്ത് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, ഇവരുടെ അഗ്രികൾച്ചറൽ സിറ്റുവേഷൻസ് കുറച്ചും കൂടി നന്നാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല റവന്യൂ വാങ്ങിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ദ മോസ്റ്റ് കമ്പനി ഒഫീഷ്യൽ ബിഗെയിൻ ടു ഫീൽ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാൻഡ് ഹാഡ് ടു ബി എൻകറേജ്. അപ്പോൾ ലാൻഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഗ്രികൾച്ചറും നന്നാവും, ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഹൗ വാസ് ദിസ് ടു ബി ഡൺ? പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ആഫ്റ്റർ 2 decades ഓഫ് ഡിബേറ്റ്, 20 കൊല്ലങ്ങൾ എടുത്തു ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. 2 decades. ഓക്കെ, ഡിബേറ്റ് ഓൺ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു സൈഡ് ബ്രിട്ടീഷുകാർ പറയും, ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റവന്യൂ കിട്ടും. പക്ഷേ മറ്റേ സൈഡ് പറയും, എന്തിനാണ് നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് നമ്മൾ ഫേവർ ചെയ്ത് കൊടുക്കണം എന്തിനാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഈ തർക്കം 20 കൊല്ലങ്ങൾ നീണ്ടുപോയി. അങ്ങനെ ലാസ്റ്റ് ഫൈനലി അവരെന്ത് ചെയ്തു, ഒരു ഡെസിഷൻ എടുത്തു. ആ ഡെസിഷനാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ 1793. 1793 ഒരു പുതിയ പോളിസിയായിട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു പോളിസി. ഓക്കെ, ബട്ട് the terms of the settlement, Rajas and Talkodars were recognized as zamindars. നമ്മുടെ രാജാക്കന്മാരെയും അതേപോലെ തന്നെ താൽക്കോദാർസിനെയും ജമീന്ദാർസാക്കി മാറ്റി, ലാൻഡിൻ്റെ ഉടമസ്ഥരാക്കി മാറ്റി, വലിയ വലിയ ലാൻഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഉടമസ്ഥരായിട്ട് മാറ്റി. They were asked to collect rent from the peasants and pay revenue to the company. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, രാജാസിൻ്റെ അടുത്തും താൽക്കോദാർസിൻ്റെ അടുത്തും പറഞ്ഞു, റെൻറ്റ് കളക്ട് ചെയ്യണം. ആരുടെ കയ്യിൽ നിന്ന്? പെസൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ ലാൻഡിൻ്റെ റെൻറ്റ് കളക്ട് ചെയ്യണം, അതിൽ നിന്ന് ഞങ്ങൾക്ക് റവന്യൂ തരേണ്ടി വരും എന്ന് പറഞ്ഞു. ദ എമൗണ്ട് പെയ്ഡ് ടു ബി വാസ് ഫിക്സഡ്. ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ് പ്രകാരം ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഒരു ഫിക്സഡ് ആയിട്ട് ഞങ്ങളൊരു പൈസ പറയും, അത് മാത്രം തന്നാൽ മതി. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ബി ഇൻക്രീസ്ഡ് എവർ ഇൻ ഫ്യൂച്ചർ. ഇത് ഭാവിയിൽ ഈ പൈസ എന്താണോ നമ്മൾ ഫിക്സ് ചെയ്യുന്ന റേറ്റ്, ആ റേറ്റ് പിന്നീട് കൂടില്ല. ഓക്കെ, ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് എൻഷുർ റെഗുലർ ഫ്ലോ ഓഫ് റവന്യൂ ഇൻ ടു ദ കമ്പനീസ് കോഫേഴ്സ് ആൻഡ് ദ സെയിം ടൈം എൻകറേജ് സെമീൻദാർസ് ടു ഇംപ്രൂവ് ദ ലാൻഡ്. ഓക്കെ, അപ്പോൾ കമ്പനി എന്ത് വിചാരിച്ചു, അവർക്ക് റെഗുലറായിട്ട് റവന്യൂ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ജമീൻദാർസിനെ എൻകറേജ് ചെയ്യാം, അവരെ കൊണ്ട് ലാൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ അവരെ കൊണ്ട് മുടപ്പിക്കാം. ഓക്കെ, അവർ മുടക്കും, ജമീന്ദാർസ് മുടക്കും, പെസൻസ് ജോലി എടുക്കും, അതിൻ്റെ പ്രോഫിറ്റ് മൊത്തം കമ്പനിക്ക്. പക്ഷേ ഫിക്സഡ് ആയിരിക്കും, ആ റേറ്റ് പിന്നീട് ഭാവിയിൽ കൂടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ജമീന്ദാർസിൽ അവർക്കും ഒരു ചെറിയ ലാഭം കിട്ടുമല്ലോ, അതും
മനസ്സിൽ കണ്ടിട്ടാണ് നമ്മുടെ കമ്പനി ഈ ഒരു ഡിസിഷൻ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. സിൻസ് ദ റവന്യൂ ഡിമാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് വുഡ് നോട്ട് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ റവന്യൂ പിന്നീട് കൂട്ടില്ല. ഓക്കെ, ദി സെമീൻദാർസ് വുഡ് ബെനിഫിറ്റ് ഫ്രം ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ലാൻഡ്. ജമീന്ദാർസിന് പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ അവർക്കും എന്തുണ്ടാവും, കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അവർക്കും കുറച്ച് പൈസ കിട്ടും. പക്ഷേ എന്ത് ചെയ്യണം, അവർ ലാൻഡിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, ഈ പറഞ്ഞ ബെനിഫിറ്റ്സും കിട്ടുള്ളൂ, അതേപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് റവന്യൂവും കിട്ടുള്ളൂ. അപ്പോൾ ഈ നീഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് 1793 ആണ്. അതിലവർ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ്. ഓക്കെ, രാജാസിനെയും താൽക്കൂദാർസിനെയും ജമീന്ദാർസ് ആക്കിയിട്ട് മാറ്റി. അതേപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് റെഗുലർ റെൻറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞു പെസൻസിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഫിക്സഡ് പേയ്മെൻ്റ് ആണ്, ഫിക്സഡ് ആയിട്ടൊരു പൈസ അവർക്ക് തരണം എന്ന് പറഞ്ഞു. അതെന്തിനാണ്, റെഗുലർ ഫ്ലോ ഓഫ് റവന്യൂ ഇൻഷുർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ജമീന്ദാർസിനെ കൊണ്ട് അവരെന്ത് ചെയ്യിപ്പിക്കാൻ തുടങ്ങി, ലാൻഡിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എൻകറേജ് ചെയ്യിപ്പിച്ചു തുടങ്ങി. ഓക്കെ, പക്ഷേ ജമീന്ദാർസ് വുഡ് ബെനിഫിറ്റ് ദ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫ്രം ദ ലാൻഡ്. ജമീന്ദാർസിന് ഈ പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോബ്ലം, ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് however create problem. Company officials soon discovered that the zamindars were in the fact not investing in the improvement of land. അപ്പോൾ നമ്മുടെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് പ്രകാരം അവരെന്താ വിചാരിച്ചത്, ജമീന്ദാർസ് ഈ പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യും, ഈ ക്രോപ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ലാൻഡ് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ അതൊന്നും നടന്നില്ല. ദ റവന്യൂ ഹാഡ് ബീൻ ഫിക്സഡ് സോ ഹൈ ദാറ്റ് ദ ജമീന്ദാർ ഫൗണ്ട് ഇറ്റ് ടു ബി ഡിഫിക്കൽട്ട് ടു പേ. റവന്യൂ വളരെ കൂടുതലായിരുന്നു, നമ്മുടെ കമ്പനിക്ക് കൊടുക്കുന്ന റവന്യൂ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ജമീന്ദാർസ് ബുദ്ധിമുട്ടുകയായിരുന്നു അത് കൊടുക്കാൻ. ഓക്കെ, എനിവൺ ഹു ഫെയിൽ ടു പേ ദ റവന്യൂ ലോസ് ദെയർ സെമീന്ദാരി. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അവരുടെ ജമീന്ദാരി പൊസിഷൻ നഷ്ടമാകും. ന്യൂമറസ് ജമീന്ദാരീസ് വെർ സോൾഡ് ഓഫ് ദ ഓപ്ഷൻ ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനി. അപ്പോൾ കുറേ പേരൊക്കെ എന്ത് ചെയ്തു, സെല് ചെയ്തു ഈ ജമീന്ദാർ പദവി അല്ലെങ്കിൽ ലാൻഡ് എന്ത് ചെയ്തു, കമ്പനി നടത്തുന്ന ഇതിലൊക്കെ അവർ സെല് ചെയ്ത് തുടങ്ങി, ലേലത്തിലൊക്കെ അവർ സെല് ചെയ്ത് തുടങ്ങി. ബൈ ദ ഫസ്റ്റ് ഡിക്കേഡ് ഓഫ് 19th century ദ സിറ്റുവേഷൻസ് ചേഞ്ച്. പക്ഷേ 19th centuryയുടെ ഫസ്റ്റ് ഡിക്കേഡ്സിൽ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരുന്നു. ദ പ്രൈസ് ഓഫ് ദ മാർക്കറ്റ് റോസ് ആൻഡ് ദ കൾട്ടിവേഷൻ സ്ലോലി എക്സ്പാൻഡ്. അപ്പോൾ ക്രോപ്സിൻ്റെ പ്രൈസൊക്കെ പതിയെ കൂടി തുടങ്ങി. അതേപോലെ തന്നെ കൾട്ടിവേഷനും പതിയെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദിസ് മീൻഡ് ആൻ ഇൻക്രീസ് in the income of zamindars but no gain for the company since it could not increase the revenue demand that had been fixed. പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടായില്ല. കാരണം എന്താണ്, പൈസ ഫിക്സഡ് ആയിരുന്നു, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് പ്രകാരം അത് ഫിക്സഡ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ജമീന്ദാർസിന് കുറച്ച് ഇൻകമൊക്കെ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഈവൻ ജമീന്ദാർസ് ഡിഡ് നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ഇംപ്രൂവിങ് ദ ലാൻഡ്. എന്നിട്ടും എന്താണ്, നമ്മുടെ ജമീന്ദാർസിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ലാൻഡ് ഇംപ്രൂവ് ചെയ്യാൻ. സം ഹാഡ് ലോസ്റ്റ് ദിയർ ലാൻഡ് ഇൻ ഏർലി സെറ്റിൽമെൻറ്റ്. കുറേ പേർക്കൊക്കെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ ജമീന്ദാരി പൊസിഷൻ പോയി. Other now saw the possibility of earning without trouble and risk of investment. മറ്റുള്ളവരെന്ത് വിചാരിച്ച്, അധികം ഇതൊന്നും ഇല്ലാണ്ട് ഏർണിങ്സ് ഏൺ ചെയ്യുക, പക്ഷേ ലാൻഡിലായിട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല, റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ആസ് ലോങ് as zamindars could not give the land to tenant and get rent. അപ്പോൾ ടെൻറ്റൻ്റായിട്ട് കൊടുത്ത് റെൻറ്റ് കളക്ട് ചെയ്യാനും താല്പര്യച്ചു. ദെൻ ദേ വർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് ദ ലാൻഡ്. എന്നിട്ടും അവർക്ക് ലാൻഡ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല, ഇംപ്രൂവിങ് ദ ലാൻഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അഗ്രികൾച്ചറിൽ. ഓക്കെ, അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ആ ചേഞ്ചസ് സംഭവിച്ചത്. ഓൺ അതർ ഹാൻഡ് ദ വില്ലേജേഴ്സ് ആൻഡ് ദ കൾട്ടിവേറ്റേഴ്സ് ഫൗണ്ട് ദ സിസ്റ്റം എക്സ്ട്രീംലി ഒപ്രസീവ്. അപ്പോൾ വില്ലേജിലുള്ള കൾട്ടിവേറ്റേഴ്സിന് അതും അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റേജായിരുന്നു. ദ റെൻറ്റ് ഹി പേ ടു ജമീന്ദാർസ് വാസ് ഹൈ. അപ്പോൾ ജമീന്ദാർ റെൻറ്റിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കുള്ള റെൻറ്റ് എന്താണ്, വളരെ ഹൈ ആണ് ജമീന്ദാർസിൻ്റെ റെൻറ്റ്.
ഹിസ് റൈറ്റ് ഓൺ ദ ലാൻഡ് വാസ് ഇൻസെക്യൂർ. അതേപോലെ തന്നെ അവർക്ക് ആ ലാൻഡിൻ്റെ പേരിൽ ഒരു അവകാശമില്ല. ഈ ജമീന്ദാർസിനാണ് അവകാശമുള്ളൂ. പിന്നെ അവർ പൈസ കൊടുക്കണം ഈ ലാൻഡ് റെൻറ്റിനെടുത്തതിന്. ടു പേ ദ റെൻറ്റ് ഹി ഹാഡ് ഓഫൻ ടേക്ക് എ ലോൺ. അപ്പോൾ റെൻറ്റ് പേ ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്തു? ലോൺ എടുക്കാൻ തുടങ്ങി. വലിയ വലിയ മണി ലെൻഡേഴ്സിൻ്റെ നിന്ന് പൈസ കടം ചോദിക്കാൻ തുടങ്ങി. വെൻ ഹി ഫെയിൽ ടു പേ the rent, he was evicted from the land had cultivate for generation. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ ഫെയിൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവരെ തന്നെ ആ ലാൻഡിൽ നിന്ന് ഒഴിപ്പിക്കാൻ തുടങ്ങി. അവരുടെ അടുത്ത് പറയും ലാൻഡ് വിട്ട് പോയിക്കോളാൻ പറയും. കൾട്ടിവേഷൻ അവർ പണ്ട് ജനറേഷൻസ് ആയിട്ട് അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ വെറുതെ ഈ അവരുടെ സ്ഥലത്തിൻ്റെ ലോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇറക്കി തന്നെ വിടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അഗ്രികൾച്ചറൽ സിസ്റ്റത്തിന് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി ന്യൂ സിസ്റ്റം ഇസ് ഡിവൈഡ്. ഇനി പുതിയ എന്ത് സിസ്റ്റമാണ് അവർ ഇറക്കിയത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.